ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. നികേഷും നിധിയും കൂടെ വരുന്നു. അപ്പം നീതുവിൻ്റെ ചേട്ടൻ പറയുന്നു, ഞാനിപ്പം വരാടാ. എന്താടാ നിനക്ക് വേണ്ടത്? നീ എന്താ വഴി തടഞ്ഞു നിർത്തുകയാണോ? എടാ മാറി നിൽക്കട ചെറുക്ക, നീ നന്നായി തിളയ്ക്കുന്നുണ്ടല്ലോ. എന്നാ ഇവനെ തിളപ്പിച്ച് നിർത്തട്ടെ മച്ചാനെ. എൻ്റെ അച്ഛനും അമ്മയും അവിടെ വന്നപ്പോൾ വലിയ ശബ്ദം ഉണ്ടാക്കിയെന്ന് കേട്ടു. ഞാൻ ഒരു പെണ്ണായിട്ട് ജീവിക്കുന്ന വീടാ. നിങ്ങളുടെ മകളെ അവിടെ കെട്ടിച്ചു വിട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ആണോ? നിന്നോട് അവിടെ ആരും നിൽക്കേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ 80 വയസ്സുള്ള അമ്മൂമ്മമാർ പോലും നിൽക്കാൻ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് നീ നിൽക്കുന്നത്. കൂടെ 4-5 തടിയന്മാർ. നീ എങ്ങനെയാണെന്ന് മനസ്സിലാകും. നീ എങ്ങനെയുള്ള പെണ്ണാണെന്ന് മനസ്സിലാകും. എന്ത് തോന്നിവാസം പറയുന്നോ? 5 ആണുങ്ങളുള്ള സ്ഥലത്താണോ ഇവർ താമസിക്കുന്നത്? അത് നിനക്ക് അറിയത്തില്ലയോ മച്ചാനെ? ഏറ്റവും മൂത്ത കൊണ്ട് ഇവരെ തന്തയാണ്. ഫുൾ ടൈം തണ്ണി. പോരാത്തതിന് നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്ന ഡ്രൈവറും. പോരാത്തതിന് ഈ നിൽക്കുന്ന നരുന്തടക്കം 4 എണ്ണം തനി റൗഡി കൂട്ടങ്ങൾ. നീ അവിടെ വന്ന് നിൽക്കുന്ന പോലെ എൻ്റെ പെങ്ങളും അവിടെ വന്ന് നിൽക്കണം അല്ലേടി? നിന്നോട് ആരാ പറഞ്ഞ അവിടെയുള്ളവർ റൗഡി കൂട്ടങ്ങളാന്ന്? അവിടെയുള്ളവർ ആരെങ്കിലോടും പ്രശ്നം ഉണ്ടാക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നാട്ടുകാർ പറയുന്നത് കേട്ടില്ലേ? നീ ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അത് മാറാൻ പോകുന്നില്ല. നീ പറഞ്ഞ റൗഡി കൂട്ടങ്ങൾ നീയാണ്. നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ ആരും മോശക്കാരാകാൻ പോകുന്നില്ല. പക്ഷേ ഇനി മേലി എന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ റോഡിൽ തടഞ്ഞു നിർത്താൻ വന്നേക്കല്ല്. ഈ തെരുവിൽ കിടന്ന് അലയ്ക്കുന്നത് കണ്ടപ്പോഴേ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിൽ 5 ആൺകുട്ടികൾ താമസിക്കുന്നിടത്ത് ഒരു പെൺകുട്ടി താമസിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? എന്താടാ നീ ഏട്ടത്തിയെക്കുറിച്ച് പറയുന്നത്? നികേഷേ വാ, ഏട്ടത്തിയെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? അത് അവരുടെ സംസ്കാരമാണ്. ചെളി ചവിട്ടിയെ നമുക്ക് നാറും. അമ്മാരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ പോരണ്ടായിരുന്നു. നീ ഒന്ന് വന്നേ നികേഷേ. എനിക്ക് അവന്മാരെ അടിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് അടിച്ചേ പറ്റൂ. നീ അങ്ങോട്ട് ചെന്നാൽ മതി. നിന്റെ മുഖം അടിച്ച് അവന്മാർ പൊളിക്കും. 1, 2, 3 തടിയന്മാരല്ലയോ നിന്നെ? എന്നാൽ നമ്മുടെ ഏട്ടത്തിയെ പറ്റിയും വീടിനെ പറ്റിയും അങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ പോരാൻ പാടില്ലായിരുന്നു. എന്നാലും ഒരടി അടിച്ചിട്ട് പോരാമായിരുന്നു. എനിക്ക് കുറച്ച് മനസ്സമാധാനമെങ്കിലും കിട്ടിയേനെ. അത് വലിയ വഴക്കായ ആൾക്കാർ കൂടും. പിന്നെ നമ്മുടെ കാര്യമായിരിക്കും പറയുന്നത്. നമ്മൾ പിന്നെ എന്ത് വേണോ? അവന്മാർ പറയുന്ന തോന്നിവാസം കേട്ട് നിൽക്കണോ? ഞാൻ ഉറപ്പായിട്ട് സുധീഷേട്ടനോട് ബന്ധമെന്ന് പറയും. സുധീഷേട്ടൻ അവൻ്റെ കാലും കൈയും തല്ലി ഓടിക്കും. ആഹാരം കഴിക്കാത്ത രീതിയിലാക്കും. എടാ ഈ കാര്യം നീ ആരോടും വീട്ടിൽ ചെന്ന് പറയല്ലേ? ഞാൻ പറയും. പറയല്ലേടാ? പറയാം. എന്നാൽ നീ ചെന്ന് പറ. എല്ലാവരും കൂടെ ചെന്ന് തല്ലുണ്ടാക്കുക. എന്നിട്ട് പോലീസ് കേസാവും. ഒന്നാതെ സുധീഷിൻ്റെ ലൈസൻസ് മേടിച്ച് വെച്ചേക്കും. ഇനി എന്താവുമെന്ന് പോലും അറിയത്തില്ല. നിങ്ങൾ അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ അറിയാത്ത നാട്ടുകാർ പോലും അറിയും. 5 ആണുങ്ങൾ താമസിക്കുന്ന ഒരു പെണ്ണ് താമസിക്കുന്ന കാര്യം കളിയാക്കി എന്ന് മാത്രമേ നാട്ടുകാർ ചർച്ച ചെയ്യത്തുള്ളൂ. എന്നെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്നത് നിനക്ക് കേൾക്കണോ? നിങ്ങൾ അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ അനുഭവിക്കണം അല്ലേ? അങ്ങനെയാണോ പറയുന്നത്? എന്നെ കാണിക്കുന്ന അച്ഛൻ ആഹാരം കഴിക്കുന്നതാ. സുധീഷ് പറയുന്നത് നിങ്ങൾക്കൊന്ന് പയ്യെ കഴിച്ചുകൂടെയോ? ആഹാരം എവിടെ നിന്നെങ്കിലും ഇറങ്ങി ഓടിപ്പോകത്തൊന്നും ഇല്ലല്ലോ. എന്നെ ആഹാരം കഴിക്കുന്നത് പഠിപ്പിക്കാൻ വരണ്ട. നീ നിന്റെ കാര്യം നോക്ക്. അയ്യോ, ഞാൻ അതിനെക്കുറിച്ച് ഓർത്തില്ല. നിനക്കിവിടെ പണിയും കൂലിയും ഇല്ലാതിരിക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഞാനിപ്പോൾ 2 ദിവസമല്ലേ പണിക്ക് പോകാതിരുന്നുള്ളൂ. അപ്പം നിങ്ങളോ? ഞാൻ എൻ്റെ കാര്യത്തിന് അധ്വാനിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുപ്പി മേടിക്കാനല്ലേ അധ്വാനിക്കുന്നുള്ളൂ. ഇത്രയും വലിയ ആമ്പിള്ളേർക്ക് അധ്വാനിച്ച് തരേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മുള്ളും വേസ്റ്റും ഒക്കെ തറയിൽ വെക്കുന്നത്? എൻ്റെ വേസ്റ്റ് എടുത്താൽ എനിക്കറിയാം. നീ പറയുന്ന കേട്ടാ നീയാണല്ലോ ഇവിടെ വൃത്തിയാക്കുന്നതെന്ന് തോന്നുമല്ലോ. അപ്പോഴേക്ക് സുധീഷിന് ഫോൺ വരുന്നു. ഞാൻ അഡ്വക്കേറ്റ് വിമല. നിങ്ങളുടെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ വന്നേരെ. നാളെയോ? അതെ, നാളെ ഓഫീസിൽ വന്നാലേ നമുക്ക് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് എന്താ മാഡം? 2-3 ഹിയറിംഗ് കാണും. അത് കോടതിയിൽ വരണം. പിന്നെ ഡിവോഴ്സ് ആയിരിക്കും അല്ലേ മാഡം? ഇത് ഇച്ചിരി തള്ളി വെക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അപ്ലൈ ചെയ്യുന്നത് ഇച്ചിരി മാറ്റി വെക്കാൻ പറ്റുമോ? എന്ത്? നിങ്ങൾ തന്നെയല്ലേ മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതിച്ചത്? നിങ്ങളുടെ വൈഫിനാണ് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണ്ടത്. ശരി, അവൾക്ക് പെട്ടെന്ന് ഡിവോഴ്സ് വേണം. പക്ഷേ എനിക്ക് അങ്ങനെയല്ലായിരുന്നു. അവൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഒപ്പിട്ട് തന്നത്. ആദ്യം നിങ്ങൾ ഭാര്യയോട് സംസാരിക്കുക, എന്നിട്ട് തീരുമാനം പറ. എന്നാൽ ശരി, കട്ട് ചെയ്യല്ലേ മാഡം? അയ്യോ, കട്ട് ചെയ്തോ? എന്നെ കാണിക്കുന്നത് സുഭാഷ് ഏട്ടൻ പണിയുന്നിടത്ത് സുധീഷ് വരുന്നതാണ്. നിന്റെ മുഖം എന്താടാ വല്ലാതിരിക്കുന്നത്? സുഭാഷ് ഏട്ടൻ വൈകുന്നേരം വരെ വരുന്നത് വരെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താടാ കാര്യം പറ. ആ വക്കീൽ വിളിച്ചിരുന്നു. ഏത് വക്കീല്? ഞാനും നിധിയും കൂടെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ പോയ വക്കീലില്ലയോ? ആ വക്കീൽ വിളിച്ചിരുന്നു. നാളെ അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം ചെല്ലാൻ. അപ്പം നീയും നിധിയും കൂടെ ഡിവോഴ്സ് കേസിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്കതുകൊണ്ട് ഉറക്കം പോലും കിട്ടുന്നില്ല. ഇങ്ങനെ നുണ പറയല്ലേ സുഭാഷ് ഏട്ടാ. ഞാൻ കണ്ടോണ്ട് കിടക്കുക കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നത്. അത് ഇവിടുത്തെ പണിയും ആ വീട്ടിലെ പണിയും കൂടെ കഴിയുമ്പോൾ ഉറങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്ന് കരുതി നീയും നിധിയും കൂടെ പിരിയുന്നത് ഞങ്ങൾക്ക് വിഷമമില്ലെന്നാണോ? എൻ്റെ വായിൽ വാക്ക് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്നാൽ ഞാൻ അവളോട് സംസാരിക്കട്ടെ. എന്ത് സംസാരിക്കാനാ? ഡിവോഴ്സ് ഒഴിവാക്കണമെന്ന് പറയാം. വേണ്ട, അവളോട് സംസാരിച്ച ചേട്ടൻ അവളുടെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ ചേട്ടൻ അവളുടെ ഭാഗത്ത് നിൽക്കും. ഞാൻ ഇന്ന് അവളോട് പോയി സംസാരിക്കാൻ പോവാന്ന്. അവൾ വിചാരിക്കുന്ന പോലെ ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നതെന്ന് അവളെ അറിയിച്ചു കൊടുക്കാൻ പോവുകയാണ്. അവളെ മാത്രമേ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണുന്നുള്ളതെന്ന് ഞാൻ അവളെ അറിയിച്ചു കൊടുക്കാൻ പോകുന്നു. എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. ചില പെൺകുട്ടികൾക്ക് നേരിട്ട് പറഞ്ഞാലേ അറിയത്തുള്ളൂ. നിധി അങ്ങനെയുള്ള കുട്ടിയാണ്. ഡിവോഴ്സിന് ശേഷമായി ഇതൊക്കെ അറിയുന്നെങ്കിൽ നിധിക്ക് വിഷമം തോന്നത്തില്ലയോ?
അപ്പോൾ നിധി എൻ്റെ അടുത്ത് ചോദിക്കത്തില്ല ഇതെന്താ നേരത്തെ പറയാഞ്ഞെന്ന്. ഇന്ന് ഞാൻ വൈകിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്ത് പോയി സമാധാനമായിട്ട് തുറന്ന് സംസാരിക്കാൻ പോവുകയാണ്. സുഭാഷ് ഏട്ടാ എന്താ ചിരിക്കുന്നത്? നീ തുറന്ന് പറയുന്നതെല്ലാം നല്ലതാണ്, പക്ഷെ നീ അവളോട് ചെയ്ത നുണക്കഥകളൊന്നും അവളോട് പറയരുത്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ നുണ പറയുന്നത് ഇഷ്ടമല്ലെന്ന് കേട്ടിട്ടുണ്ട്. അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൂടെ പോയി കിട്ടും. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ, നീ കുളമാക്കല്ലേ, ഞാൻ ജയിച്ചേ തിരിച്ചു വരത്തുള്ളൂ. പിന്നെ കാണിക്കുന്ന സുധീഷ് കാറി വന്ന് ഇറങ്ങുന്നു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. അപ്പം നിധിയും കൂട്ടുകാരിയും വരുന്നു. അപ്പോഴത്തേന് നിധിയുടെ സാറ് വന്ന് വിളിക്കുന്നു. നിധി ഞാൻ ആ വഴിക്കാ, തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞാൻ പൊക്കോളാം. സാറേ ഞങ്ങളെ ഒന്ന് ഡ്രോപ്പ് ചെയ്തെന്ന് കേട്ടില്ലല്ലോ, ഞാൻ ആ വഴിക്കായതുകൊണ്ടാണ് ചോദിച്ചത്, വരുന്നെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാറേ. അപ്പോഴത്തേന് സുധീഷ് വരുന്നു. ഹലോ. അപ്പോഴത്തേന് സുധീഷ് വിളിക്കുന്നു. നിധി താൻ സുധീഷ് എന്താ ഇവിടെ? തൻ്റെ വലിച്ചൻ്റെ മോനല്ലയോ? ഈവനിങ് ബ്രോ. ഗുഡ് ഈവനിങ്. നിധിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നെയാണ്. ആ വഴിയാണെങ്കിൽ ഞാൻ ആക്കാം. വേണ്ട, നിധിയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാൽ ശരി. വിദ്യ എന്നെ പോകുന്ന വഴി ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്, ഞാൻ പൊക്കോളാം. എന്നാൽ ശരി. എന്നാൽ നമുക്ക് പോവാം. നിധിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണോ? വീട്ടിൽ വെച്ച് പറയാൻ പറ്റുകയില്ലയോ? പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിൽ വെച്ച് പറയാൻ പറ്റില്ല. വീട്ടിൽ എല്ലാവരും ഉണ്ട്. സുധീഷിൻ്റെ മുഖം സീരിയസ് ആയ മുഖം പോലെ ഇരിക്കുന്നല്ലോ, അത് സീരിയസ് ആയ കാര്യമാണ്. എന്താ ആലോചിക്കുന്നത്? എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ പോവാം. ഞാൻ ബൂമർ ബുക്ക് ചെയ്താൽ വന്നത്, നമുക്കതിനകത്ത് കയറാം. എന്നാൽ ശരി. പിന്നെ രണ്ടുപേരും കടൽ തീരത്തിരിക്കുന്നത് കാണിക്കുന്നത്. എനിക്ക് എന്താണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ താൻ കൊണ്ടുവന്നത്? ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് സമയമുണ്ടോ? ഉണ്ട്. ഇന്ന് തൻ്റെ ഓഫീസിൽ എങ്ങനെയുണ്ട്? ഇത് ചോദിക്കാനാണോ താൻ കടൽ തീരത്ത് കൊണ്ടുവന്നത്? അല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്ന് ഓഫീസ് നല്ലതായിരുന്നു. എൻ്റെ ഡിസൈന് സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമായി. ആർക്ക്? അല്ല, എൻ്റെ ബോസിന് വലുതായിട്ട് ഇഷ്ടപ്പെട്ടതെന്നാ. ആ പെണ്ണുങ്ങളുടെ പേരുള്ള അയാൾക്കോ? എന്ത് പേരാ? സിദ്ധാർത്ഥ് സരസ്വതിയോ? അതിനെന്താ കുഴപ്പം? നിങ്ങളെല്ലാ പെണ്ണുങ്ങളുടെ പേരും വാലായിട്ട് വെക്കുന്നുണ്ടല്ലോ. എന്താ പെണ്ണുങ്ങളുടെ പേര് കൂടെ വെച്ചൂടെ? അത് അയാളുടെ അമ്മയുടെ പേരാണ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. കുട്ടികൾക്ക് അച്ഛന്മാരുടെ പേര് മാത്രം വെച്ചാൽ മതിയോ? അമ്മമാരുടെ പേര് വെക്കാൻ അവകാശമില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. സുധീഷ് മനസ്സിൽ പറയുന്നു. സുധീഷ് നിനക്ക് വായൊന്ന് അടച്ചു വെച്ചുകൂടായിരുന്നോടാ? ഡിസൈൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സന്തോഷമായി. താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര ദേഷ്യമല്ല. അപ്പോൾ തുടങ്ങിയാലോ? ഞാനിപ്പം വരാം. 1 മിനിറ്റ്. സുധീഷ് അങ്ങോട്ട് എണീറ്റ് പോകുന്നു. നിധി ഞാൻ എല്ലാ കാര്യവും തുറന്ന് പറയാൻ പോവുകയാണേ. നിധിയോടുള്ള കാര്യം, പറയാനുള്ള കാര്യം, എത്രയും പെട്ടെന്ന് പറയാൻ തോന്നിയ കാര്യം ഞാൻ പറയാം. ഞാൻ പറയുന്ന കാര്യം തെറ്റായി എടുക്കല്ലേ. എന്നോട് നിധിക്ക് ദേഷ്യം തോന്നല്ലേ. എന്താ കാര്യം? പറ സുധീഷേ. നമ്മുടെ കല്യാണം അപ്രതീക്ഷിതമായി നടന്ന കല്യാണമാണ്. ഒരു നിർവാഹമില്ലാതെ വന്നപ്പോൾ നടന്ന കല്യാണമാണ്. ഞാൻ ആ ദിവസം മുതൽ നിധിയെ ഞാൻ വൈഫായിട്ടാണ് കാണുന്നത്. ഞാൻ നിധി ഒന്നും പറയല്ലേ, ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. നിധി ഞാൻ മുഴുവൻ പറയട്ടെ, അതിനു മുമ്പ് ഇടയ്ക്ക് കയറല്ലേ. നിധിയെ ആദ്യമായി കണ്ട മുതലേ എനിക്ക് ഇഷ്ടമായി. എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയുടെ രൂപം ഇതാണെന്ന് തോന്നി. നിധിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ ഈ തിരുവനന്തപുരത്ത് വെച്ചാണ് ആദ്യമായി കണ്ടത്. അന്ന് ഇയാൾ വന്ന കാർ എൻ്റെ കാറുമായി ഒന്ന് ക്ലോസ് ആയി. അന്ന് തൻ്റെ കല്യാണം കഴിക്കാമെന്ന് ഓസ്ട്രേലിയൻ കങ്കാരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് താൻ എന്നെ ന്യായീകരിച്ച് സംസാരിച്ചു. താൻ എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. തന്നെ കാണാൻ എന്താ മാർഗമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് തൻ്റെ വീട്ടിൽ ഡ്രൈവറായിട്ട് എനിക്ക് ജോലി തരപ്പെടുന്നത്. അന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്ന്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.